കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇത്രയും പേർക്ക് ദൈവവചനം ശ്രദ്ധിക്കുവാൻ പഠിക്കുവാനായിട്ട് ദൈവം കൂട്ടിവരുത്തിയതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാം. ദൈവവചനത്തിന്റെ പ്രാധാന്യം കാലത്തിനനുസരിച്ച് മാറുന്നതല്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണല്ലോ. മോഡേണൊക്കെ ആയി പുതിയ ട്രെൻഡൊക്കെ വരുന്നു. പക്ഷെ ഒരിക്കലും മാറാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ സത്യങ്ങൾക്കോ ദൈവവചനത്തിലെ ഉപദേശങ്ങൾക്കോ യാതൊരു മാറ്റവും ദൈവം ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല. അത് നമുക്ക് കാണുവാനും കഴിയത്തില്ല. മാത്രമല്ല, ഏത് കാലത്തിനും യോജിക്കുന്ന രീതിയിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ നാം നടക്കേണ്ടുന്ന വഴി എങ്ങനെയെന്ന് കാണിച്ചു തരുന്ന ഒരു ദൈവവചനം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാം. ഈ ഒരു ടേൺ ഇങ്ങനെ വന്നപ്പോ എന്നെ പഠിക്കുവാൻ ആഗ്രഹിച്ച ഒരു വിഷയം എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. എന്റെ ഓർമ്മയില് സൺഡേ നമുക്ക് ആഫ്റ്റർനൂൺ സെഷൻ ഉണ്ടായിരുന്നപ്പോ എന്റെ നോട്ട് റോങ് സുശീലൻ സാറാണെന്ന് തോന്നുന്നു, ഈ പോർഷൻസ് അദ്ദേഹം വളരെ ഗഹനമായിട്ട് എക്സ്പോസിറ്ററി ബൈബിൾ സ്റ്റഡി എന്നുള്ള രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തതാണ്. അന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. ആ ഒരു പക്വതയും അന്ന് അറിവും ഇല്ലായിരുന്നു. ഇപ്പോഴും വലുതായിട്ടൊന്നുമില്ല. പക്ഷെ അത് ആഗ്രഹം തോന്നി, പെട്ടെന്ന് തീർത്ത് കളയാം എന്നുള്ള ധാരണയിലാണ് ഞാൻ ഈ ഒരു സ്റ്റഡി തുടങ്ങിയത്. പക്ഷെ ഈ വേദപുസ്തകത്തില് എല്ലാ ദൈവവചനവും പ്രസക്തിയുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ദൈവം കർത്താവായ യേശുക്രിസ്തു തന്നെ പ്രസംഗിച്ച പ്രസംഗത്തെ കുറിച്ച് ഒരു പഠനം നടത്തുക എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു വിഷയമായിട്ട് ആയിരിക്കും. ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള അനേകരുടെ പ്രസംഗങ്ങൾ, എബ്രഹാം ലിങ്കൺ അല്ലെങ്കിൽ നെൽസൺ മണ്ടേല, ഇപ്പൊ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി വന്ന് UN ഒരു പ്രസംഗം നടത്തിയത് അത് വളരെ ഫേമസ് അല്ലെ. ഓരോരോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരുടെ പാഠവും ഒക്കെ അവരുപയോഗിച്ച് അവർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് മനസ്സിലാവും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണം അത് വളരെ പ്രത്യേകത ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് കാരണം അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സത്യങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രഭാഷണങ്ങളാണ്. മറ്റത് വെറും അവകാശവാദങ്ങളും കള്ളങ്ങളും ഒക്കെ ചേർത്ത് വച്ചിട്ടുള്ള ഒരു കുറെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഓഡിയൻസിനെ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ശ്രുതിമാധുര്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കർണ സുഖം നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ പ്രസംഗിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതൊന്നും നോക്കാതെ വളരെ പ്രസക്തമായ രീതിയിൽ വളരെ കൺഷ്യസ് ആയിട്ട് തന്റെ പ്രഭാഷണങ്ങൾ തന്റെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്തത് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിലാണ് നാം ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞ് നാം പഠിക്കുവാനായിട്ട് വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലി നാം കാണുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് അവന്റെ ജനനം, അതായത് ക്രിസ്തു രാജാവായിട്ട് ജനിച്ചത് എവിടെ എന്ന് വിദ്വാൻമാർ ചോദിക്കുന്ന ഒരു ഭാഗമാണ് 2-ാം അധ്യായത്തിൽ വരുന്നത്. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു, അതായത് യോഹന്നാൻ സ്നാപകൻ വരികയും അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനം എന്നുള്ള വിഷയത്തെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് നടത്തിയ ചരിത്രമാണ് നാം ഇവിടെ കാണുന്നത്. 5-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് ഈ ഒരു പ്രഭാഷണം നാം കാണുന്നത്. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ് ഗിരിപ്രഭാഷണം എന്ന രീതിയിൽ നമ്മൾ ഒരുമിച്ച് പറയാറും പഠിക്കാറും ഉള്ളത്. എന്നാൽ ഈ വേദപണ്ഡിതാക്കൾ തന്നെ പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരുമിച്ച് ഒരൊറ്റ സ്ട്രെച്ചിൽ ഒറ്റ സിംഗിൾ ഷോട്ട് ആയിട്ട് നടത്തിയ ഒരു പ്രഭാഷണമാണോ എന്നുള്ളത് ചിലര് വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നുണ്ട്. അതിന് കാരണം മറ്റു സുവിശേഷങ്ങളിൽ ഈ ഒരു പ്രഭാഷണത്തെ വിവിധമായ വാക്യങ്ങളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലാണ് ഈ ഓരോ കാര്യങ്ങൾ അവിടെ പ്രതിപാദിച്ചു വരുന്നത്. എന്നാൽ മത്തായിയിൽ നാം കാണുന്നത് ഏകദേശം എല്ലാം ഒരേ അടുക്കിൽ ആ പ്രഭാഷണം അങ്ങനെ പോയി 7-ാം അധ്യായത്തിൽ അത് അവസാനിക്കുന്ന രീതിയിലാണ് വാക്യങ്ങൾ ദൈവാത്മാവിനാൽ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത്.
ഇതില് 7-ാം അധ്യായം അവസാനം കാണുമ്പോ ആ ഓഡിയൻസിനുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ പ്രഭാഷണം കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ജനത്തിന്റെ റെസ്പോൺസ് നമ്മളവിടെ കാണുന്നുണ്ട്. 7-ാം അധ്യായം അതിന്റെ അവസാനത്തെ 28ഉം 29ഉം വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 28-29. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ അവൻ അവരോട് ഉപദേശിച്ചു. അതൊരു ഉപദേശമാണെന്ന്, അതൊരു ഗൈഡൻസ് തരുന്ന, അല്ലെങ്കിൽ നല്ല പാതയിൽ നടത്തുന്ന ഒരു സന്ദേശമാണെന്ന് ആ ഓഡിയൻസിന്, യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക്, അവിടെ കൂടി വന്നിരുന്ന ജനത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി. അത് എനിക്ക് ഏത് രീതിയിലാണ് കർത്താവ് അവിടെ അവതരിപ്പിച്ചതെന്ന് അറിയത്തില്ല. എന്നാൽ ആ ഓഡിയൻസിന്റെ മനസ്സിൽ വന്ന ചിത്രം എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രഭാഷണമല്ല കർത്താവ് അവിടെ നടത്തിയത്. അധികാരമുള്ളവന്റെ ഉപദേശം, അത് ഉപദേശിപ്പാൻ അവൻ യോഗ്യനാണെന്നുള്ള രീതിയിൽ ഒരു ചിത്രം അവർക്ക് അവിടെ കിട്ടുവാനായിട്ട് ഇടയായി. അതുവരെയും അവർ അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ശാസ്ത്രിമാരുടെ മെസ്സേജസ് ദേവാലയത്തിലൊക്കെ അവർ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരെ വിസ്മയിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിൽ നിന്ന് വ്യത്യസ്തതയുള്ള പ്രഭാഷണമാണ് യേശുക്രിസ്തുവിന്റെ പ്രഭാഷണമെന്ന് അന്ന് ഇവർക്ക് മനസ്സിലായി. ഞാൻ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലോട്ടൊന്നും എന്റെ ശ്രദ്ധയോ കൊണ്ടുവരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് പഠിച്ചു തുടങ്ങിയപ്പോ ഇത് ആ 5 മുതൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വേഗം പഠിച്ചു തീർക്കാമെന്ന ധാരണയിൽ തുടങ്ങിയത്. പക്ഷെ ഒരു എന്താ പറയാ, ഐസിന്റെ ടിപ്പ് ഇങ്ങനെ മേളിൽ നിൽക്കുമല്ലോ, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതിന്റെ ആ ഡെപ്ത്, അല്ലെങ്കിൽ അതിന്റെ വലിപ്പം, പിന്നെ അതിന്റെ അടുത്ത് അതിനെ പഠിച്ചു തുടങ്ങുമ്പോഴാ നമുക്ക് ഈ 1 മുതൽ 12 വരെയുള്ള വാക്യം തന്നെ മനസ്സിലാക്കി തീർക്കാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ള സന്ദേശങ്ങൾ ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഒരു മുഖവുര മാത്രമാണ് ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. കാരണം പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു വാക്യം പോലും എനിക്ക് തുടങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് ഇന്ന് ഇതിന്റെ ഒരു ആമുഖം, ഒരു പ്രിയാമ്പിൾ എന്ന പോലെ, ഒരു മുഖവുര, പ്രിഫേസ് മാത്രമേ ഞാൻ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ആ രീതിയിലാണ് ഞാൻ ഇന്നത്തെ സന്ദേശം ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതില് സാധാരണയായിട്ട് അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യം. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 12-ാം വാക്യം കൂടെ വായിക്കുന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതൊരു പക്ഷേ ഈ വാക്യങ്ങളൊക്കെയും കാണാപ്പാഠം പഠിച്ചിട്ടുള്ളവരാണ് ഈ കേൾക്കുന്നവർ ഭൂരിഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ള വാക്യങ്ങൾ. പക്ഷേ ഇതിനർത്ഥം പലപ്പോഴും നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ തന്നെ മനസ്സിലാക്കുവാൻ നമ്മൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിനെ സ്കിപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത ഭാഗങ്ങൾ, പിന്നെ അങ്ങോട്ടുള്ള ഭാഗം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ എന്ന രീതിയിൽ പോകുന്ന ഒരു ബി ആറ്റിറ്റ്യൂഡ്സ്, അതായത് ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ വാക്യങ്ങളാണ് ഇത്. ഈ ഭാഗ്യത്തിന്റെ വാക്യങ്ങളെ കുറിച്ചാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങള് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്താ ഓർമ്മ വരുന്നത്? ഇത് ലോകത്തില് ഈ വാക്യങ്ങൾ ചെന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക? ഒരു വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർക്ക് അവർക്ക് ആശ്വാസം ലഭിക്കും.
നമ്മൾ വഴിയിൽ ചെന്നോ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്ത ഒരു വ്യക്തിയോട് നിന്ന് ഈ വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു സന്ദേശമാണെന്ന് അവർ പറയും. അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു വീക്ഷണമുണ്ട്, ഇത് പ്രാക്ടിക്കൽ അല്ല, ഈ വാക്യങ്ങൾ പ്രായോഗികത ഉള്ളതല്ല എന്ന തെറ്റിദ്ധാരണ പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകും. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ഇത് നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമല്ല, അത് പ്രായോഗികത ഉള്ള കാര്യമല്ല, അത് ഒരുപക്ഷെ പിന്നീട് 1000 ആണ്ട് വാഴ്ചയിലൊക്കെ പറ്റുമായിരിക്കും. ഇതാണ് നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ തന്നെയുള്ള തെറ്റിദ്ധാരണ. പിന്നെ രണ്ടാമതൊരെണ്ണമുണ്ട്, ഇത് ശിഷ്യന്മാരോടാ പറഞ്ഞ, ഞങ്ങളോട് അവർക്ക് വേണ്ടി ദൈവം സ്പെഷ്യൽ മെസ്സേജ് കൊടുത്തതാണ് എന്ന ധാരണ. ഇതൊക്കെ എസ്കേപ്പ് ആവാൻ വേണ്ടി പറയുന്നതാണ്. ചിലര് പറയാറുണ്ട് ഇത് ചില വിശ്വാസികൾക്ക് മാത്രം, അതായത് വേദപുസ്തകം പഠിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ പ്രഭാഷണം നടത്തുന്ന സുവിശേഷകന്മാർക്ക് സ്പെഷ്യൽ കോളിംഗ് ഉള്ളവർക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത്രയൊന്നും നമുക്കിത് ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്രയോ തവണ ദൈവാത്മാവ് ഭാഗ്യവാൻ ആകുന്നു എന്ന് പറഞ്ഞ് ഭാഗ്യവാന്മാരുടെ പട്ടിക ഇങ്ങനെ നിരത്തുക. ഇത് നമ്മളെ കുറിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ലാതെയാണ് പലപ്പോഴും ഈ ഭാഗ്യവാന്റെ പട്ടിക. നമ്മൾ പഴയ നിയമത്തില് അല്ലെങ്കിൽ ഇന്ന വസ്തുത നിങ്ങൾക്കുണ്ടാവും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടവനാവും, അവൻ ഭാഗ്യവാനാണ്, അവന്റെ തലമുറ ഭാഗ്യമുള്ളതാണ് എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന പല ഭാഗ്യവാന്മാരുടെയും പട്ടികയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലോകത്തിലെ ചില വസ്തുക്കളെയോ മാനദണ്ഡങ്ങളെയോ അടിസ്ഥാനമാക്കിയാണ് ഭാഗ്യവാന്മാരെ നാം നിശ്ചയിക്കുന്നത്, അല്ലെ? ഈ ലോകത്തിൽ എങ്ങനെയാ ഭാഗ്യവാന്മാര്? നമ്മൾ ഓണം കഴിയുമ്പോൾ ഒരു ബമ്പർ അടിക്കുന്നു, അപ്പൊ വാർത്ത വരും, ഇത്ര കോടി അടിച്ചു, ഭാഗ്യവാനാണ്, കേരളത്തിലെ ഭാഗ്യം. അടുത്ത വർഷം അതേ ആളെടുത്ത് നിന്ന് തന്നെ ഇവർ ഇന്റർവ്യൂ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അവന്റെ അവസ്ഥ എന്തായിരിക്കും? ഭാഗ്യവാനായിട്ടാണോ? അല്ലെ? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ജോലിയൊക്കെ നല്ലതായി, എല്ലാം സെറ്റിലായി, അവരുടെ കുടുംബം എന്താ? ഭാഗ്യവാനല്ലേ? അല്ലെങ്കിൽ രോഗമൊന്നുമില്ല, അവർ നല്ല നിലയിൽ കറക്റ്റായിട്ട് ആരോഗ്യമുള്ളവരായിട്ട് പോകുന്നു, അവര് ഭാഗ്യവാൻ. ഇങ്ങനെ പല ഭൗതികമായ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ പോലും പലപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മൾ ഒരുപക്ഷെ പറഞ്ഞില്ലായിരിക്കാം, ഭാഗ്യവാന്റെ ക്രൈറ്റീരിയയിൽ പല കുടുംബങ്ങളെയും വ്യക്തികളെയും നമ്മളാക്കി മാറ്റും. പക്ഷെ വേദപുസ്തകത്തില് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായ ഒരു പ്ലെയിനിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ സന്ദേശം, ദൈവം എന്താ അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഒരു ഭാഗം വിശ്വാസികൾക്ക് വേണ്ടി തന്നെയാണ് ദൈവാത്മാവ് എഴുതി തന്നിരിക്കുന്നത്. വിശ്വസിക്കാത്ത, ദൈവത്തെ അറിയാത്തവർക്ക് ഇത് ബാധകമാകാനേ പറ്റത്തില്ല. ദൈവത്തെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും ഈ ഭാഗ്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പിന്നാലെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ദൈവം ഇവിടെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ നല്ല ക്യാച്ചി ആയിട്ടുള്ളത് കൊടുക്കും, അല്ലെ? ഒരുപാട് അഡ്വർടൈസ്മെന്റ് ടാഗ് ലൈൻസ് എന്ന് പറയും. നോക്കിയയുടെ അല്ലെങ്കിൽ LGയുടെ ലൈഫ് ഈസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ടാഗ് ലൈൻസ് കൊടുക്കും. അങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ദൈവം പറഞ്ഞതല്ല. പക്ഷേ ദൈവം പറഞ്ഞതിലെ സന്ദേശം പലപ്പോഴും യഹൂദന്മാരുടെ ഇടയിൽ അവര് ബ്ലസ്സഡ് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന കുറെ സിദ്ധാന്തങ്ങളെ തെറ്റിക്കുന്നതാണ്. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഇറ്റ് ഡസ് നോട്ട് ലൈ ഇൻ ദ അക്വിസിഷൻ ഓഫ് വേൾഡ്ലി തിങ്. ലോകത്തിലെ ചില കാര്യങ്ങൾ സ്വരൂപിച്ച് വയ്ക്കുന്നതല്ല വേദപുസ്തകത്തിലെ ഭാഗ്യവാന്മാരുടെ പട്ടിക. നിങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളൊന്ന് വായിക്കാവോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂട, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? അല്ലെ? സേവിങ് എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ വലിയൊരു എന്താ പറയാ, ജീവിത വിജയത്തിന്റെ ഒരു പടിയായിട്ട് ഇന്നത്തെ എല്ലാവരും പറയുന്ന ഒരു കാര്യം. സേവിങ്ങിന് തെറ്റൊന്നും അല്ല, അതൊന്നും
തെറ്റായ രീതിയാണെന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് നിങ്ങൾക്ക് ഈ സന്ദേശം കഴിയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവും. പലപ്പോഴും ഞാൻ ഈ വേർഡ്ലി ബെനിഫിറ്റിൽ എനിക്കിതെല്ലാം ഉണ്ട്, ഞാൻ അതിൽ സന്തോഷിച്ച് ആനന്ദിക്കുക എന്നുള്ള അതേ മോട്ടീവിലാണ് ഇന്ന് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇങ്ങനെയാണ് കണക്ക് വരുന്നത്. അമേരിക്കയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ എണ്ണം, ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയോ? 30 below ആയി. എന്താ റീസൺ അറിയോ? റീസൺ അവര് 18 വയസ്സിൽ അധ്വാനിക്കും, 30 വയസ്സ് വരെ ഭയങ്കരമായിട്ട് അധ്വാനിക്കും, 24/7 പണിയെടുക്കും. എന്നിട്ട് ഈ പൈസ എല്ലാം കൂട്ടിയിട്ട് അടിച്ചു പൊളിക്കുക എന്നതാണ് അവരുടെ തീയതി. ഇതാണ് അവരുടെ. പിന്നെ അവർക്ക് ലോകം ചുറ്റുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അവരുടെ ശരീരത്തിന് വേണ്ടിയുള്ള എല്ലാ സുഖത്തിനും വേണ്ടി ചെലവഴിക്കുക. ഇതാണ് ഇന്നത്തെ ഫിലോസഫി എന്ന് തന്നെ പറയുന്നത്. നമ്മുടെ യുവജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എത്രയും വേഗം പണം ഉണ്ടാക്കുക, എത്രയും വേഗം സമ്പന്നരാകുക, എത്ര ഷോർട്ട് കട്ടിലൂടെ അവർക്ക് പണം നേടാം, ഇതാണ് അവരുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരൻ പറയുകയുണ്ടായി, ഒരു യുവാവായിട്ടുള്ള മനുഷ്യനാ, അവന് വീട്ടിൽ നിന്ന് പൈസ കിട്ടാത്തതുകൊണ്ട് അവന് മോഷണം തൊഴിലാക്കി. വേറൊരു വ്യക്തി പറഞ്ഞു ഡ്രഗ്സ് വിൽക്കാനായിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാ? ഈ കൊറോണ കഴിഞ്ഞപ്പോ എന്തിനു വേണ്ടിയിട്ടാ? പെട്ടെന്ന് പൈസ കിട്ടണം. ആഡംബര ജീവിതം അല്ലേ? നമ്മൾ ഓരോ വാർത്തകളുണ്ടല്ലേ, എന്തിനു വേണ്ടിയിട്ടാ ഈ പൈസ തട്ടാൻ നോക്കിയ കൊലപാതകത്തിലേക്കാണ് കലാശിക്കുന്നത്. അത് അവരുടെ ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അവരെ ഈ പൈസയൊക്കെ കൊണ്ടുപോയിട്ട് എന്താ അവർ ആഡംബര ജീവിതം നയിക്കുക. പലരുടെയും കാര്യങ്ങൾ നമ്മൾ പത്രത്തിൽ കാണുന്നു. ഇതാണ് മനുഷ്യരുടെ ചിന്ത. അവര് വിചാരിക്കുന്നത് ഇതെല്ലാം സ്വരൂപിച്ചു വെച്ച് എൻജോയ് ചെയ്യുകയാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്. Those things which are not commensurate to the desires of the soul can never make a man blessed. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വിശ്വാസിയായിട്ടുള്ള നാം പലപ്പോഴും നമ്മുടെ ചിന്തയും ഈ ലോകത്തിലായിരിക്കുമ്പോ ഇതൊക്കെയാണ് വേർഡ്ലി ബെനിഫിറ്റ് ബ്ലെസ്സിങ്ങിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വാല്യൂ സിസ്റ്റം പലപ്പോഴും ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കി പോവുക. പക്ഷെ മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് സുവിശേഷ യോഗങ്ങളിൽ പറയുന്നുണ്ട്, അവർ ആത്മാവിന് ഒരിക്കലും തൃപ്തി വരത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെയാണ് ആക്ച്വൽ പ്രശ്നം. നമ്മുടെ സ്പിരിറ്റിന്റെ എന്താ പറയാ ആത്മീയമായ മണ്ഡലത്തിലാണ് യഥാർത്ഥ ഇഷ്യൂ. അവിടെയാണ് ആ ഒരു ക്വഞ്ചിങ് അല്ലെങ്കിൽ ഒരു ദാഹം, അവിടെയാണ് നമുക്ക് എന്താ പറയാ അവിടെയാണ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഏത് പ്ലേറ്റിലാണ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്? വേർഡ്ലി പ്ലേറ്റ്, അല്ലെങ്കിൽ ഫ്ലഷ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക്. ഇതിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. പക്ഷെ എത്ര തന്നെ ചെയ്താലും ഇതിനൊരു തൃപ്തി വരത്തില്ല. ഞാനൊരു വാക്യം കൂടെ വായിക്കാം. സഭാപ്രസംഗി 5-ാം അധ്യായം 10-ാം വാക്യം. സഭാപ്രസംഗി 5-ാം അധ്യായം 10-ാം വാക്യത്തില് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന വാക്യമുണ്ട്. 5:10. അവിടെ ഇങ്ങനെ കാണുന്നു, ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, അത് മായയത്രേ. ഇതൊക്കെ ടെമ്പററിയാ, അതൊക്കെ വാനിഷ് ആയി പോകുന്നതാ. നിങ്ങൾ ശലോമോനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ശലോമോന്റെ ധനത്തിന്റെയും പ്രൗഢിയുടെയും അതൊന്നും നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്തിനാ ഒരു കുറവുണ്ടായിരുന്നല്ലേ? എല്ലാ വേർഡ്ലി ബെനിഫിറ്റും ഉണ്ടായിരുന്നു. ജ്ഞാനം എങ്ങനെയുണ്ടായിരുന്നു? ജ്ഞാനത്തിന്റെ ലെവലിലും രാജാക്കന്മാരിൽ ഏറ്റവും ജ്ഞാനിയായവൻ അല്ലേ? ഒന്നിനും കുറവില്ല, സമ്പത്തിന് കുറവില്ല, പ്രൗഢിക്ക് കുറവില്ല, സ്ഥാനത്തിന് കുറവില്ല. പക്ഷേ സഭാപ്രസംഗി എഴുതുമ്പോ നിങ്ങളത് വായിച്ചു നോക്കുക, എല്ലാം വാനിഷ് ആയി പോകുന്നതാ, എല്ലാം മാഞ്ഞു പോകുന്നതാ. നമ്മുടെ ഭാഗ്യവാന്മാരുടെ പട്ടിക ഒന്ന് തിരുത്തി എഴുതണം എന്ന് ഞാൻ അപേക്ഷിക്കുക. ഇനി ഇതിന്റെ പ്രശ്നം എന്താന്നുള്ളത് ഒന്നുകൂടെ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13:22 മുതലുള്ള വാക്യത്തിൽ, എല്ലാ വാക്യങ്ങളും നമുക്ക് എടുത്തു വായിക്കാൻ സമയമില്ലല്ലോ, അവിടെ വിതയ്ക്കുന്നവന്റെ ഉപമ പറയുന്ന സ്ഥലമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അവിടെ ഈ ധനവും അതിന്റെ മോഹവും വഞ്ചനയും എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തിനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? മുള്ളുകൾ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? മുള്ളുകൾ. നമ്മൾ ഇതിനെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുമ്പോ, പലപ്പോഴും അത് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുമ്പോ, അല്ലെങ്കിൽ ലോകത്തിലെ കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവവചനം പറയുക അതെല്ലാം മുള്ളുകളാ, അത് നിങ്ങളെ ഞെരുക്കി കളയുന്നതാ, അത് ഡിസ്ട്രോയ് ചെയ്യുന്നതാ.
നമ്മുടെ വാല്യൂ സിസ്റ്റം എങ്ങനെയാ പോകുന്നത്? ദൈവം വാല്യൂ, ഞാൻ പറയുന്നത് പൈസ ഉള്ളത് നല്ലത് അല്ലെങ്കിൽ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, അത് നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും. പ്രിയമുള്ളവരെ, ഈ ധനത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ പ്രൗഢിയുടെ പിന്നാലെ, സ്ഥാനത്തിന് പിന്നാലെ പോകുന്നത് അതൊരിക്കലും ശരിയായ രീതിയല്ല. അത് നമ്മളെ നശിപ്പിക്കുന്നതാണ്. ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായം പ്രധാനമായിട്ടും ഈ വിഷയത്തെയാ ഫോക്കസ് ചെയ്യും. നമ്മള് ഈ വിഷയത്തെ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നതിൽ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നു, പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ജീവൻ ആധാരമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് ഈ വസ്തുവകയൊന്നുമല്ല എന്ന് ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുക. ഇനി എവിടെയാ പ്രശ്നം വരുന്നത്? നമ്മുടെ ഇഷ്യൂ എന്താ? നമ്മുടെ ഫോക്കസ് എവിടെയാ? നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും, അല്ലെ? നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നവരും വേദപുസ്തകം പഠിക്കുന്നവരും ഞായറാഴ്ച ബൈബിൾ ക്ലാസ് എല്ലാം നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, വളരെ സിൻസിയർ ആയിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ആ ഭാഗ്യവാന്മാരുടെ പട്ടിക ആ രീതിയിൽ തന്നെ, ആ യാഡ് സ്റ്റിക്കിൽ തന്നെ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. പറ്റുമോ? അങ്ങനെ പറ്റിയവരാ മിഷണറിമാരല്ലേ? നമ്മളൊക്കെ എന്ത് കഷ്ടപ്പെട്ടല്ലേ, എന്ത് ബുദ്ധിമുട്ടി അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, അവരാ ബുദ്ധിമുട്ടിലോട്ടല്ല നോക്കിയതെന്നേ, അവരാ പ്രയാസത്തിലോട്ടല്ല നോക്കിയത്, അല്ലെ? രോഗങ്ങൾ വന്നു കിടക്കയിലായിട്ടുള്ളവര് അവരൊന്ന് ചിരിക്കുമ്പോ വന്ന ഫീൽ ചെയ്യാ, അല്ലെ? നമ്മുടെ സഹോദരനോടല്ല, ആ സഹോദരൻ്റെ അടുത്ത് പോകുമ്പോ സഹോദരൻ ഒന്ന് നോക്കി ചിരിക്കാനായിട്ട് ശ്രമിക്കുമ്പോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവര് നമ്മളെ നോക്കിയിട്ടൊന്ന് സ്തോത്രം എന്ന് പറയുമ്പോ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അവരനുഗ്രഹിക്കപ്പെട്ടവരാണോ? അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടവരാണോ? അല്ലെ? അത് നമ്മുടെയൊക്കെ ലിസ്റ്റിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോ ഭാഗ്യം എന്ന് പറഞ്ഞ ഒരുപോലെ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഭാഗ്യം ആ തലത്തിലല്ല ദൈവം മാനിക്കുന്നത്. ഞാൻ മത്തായി സുവിശേഷം 5 വരിക. ഈ ഭാഗ്യവാൻ എന്നുള്ള ഒറിജിനൽ ഗ്രീക്കിൽ പറഞ്ഞ മക്കാറിയോസ് എന്ന് പറയുന്ന പദമാണ് ഈ പദത്തിന് വേണ്ടി ദൈവാത്മാവ് അവിടെ ഉപയോഗിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം എന്ന് പറഞ്ഞാൽ, ആ ഭാഗ്യം എന്ന് പറയുന്നത് മെറ്റീരിയൽ തിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഭാഗ്യമല്ല. അതൊന്നാമത്തെ കാര്യം. 2, അത് സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതല്ല ഈ ഭാഗ്യം എന്ന് പറയുന്നത്. മക്കാറിയോസ് എന്ന പദം ഉപയോഗിക്കുന്നത് അത് ചേഞ്ച് ചെയ്യത്തില്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറത്തില്ല. ഈ ലോകത്തിലെ സന്തോഷം, മക്കാറിയോസ് എന്ന് പറഞ്ഞാൽ ഭാഗ്യം അല്ലെങ്കിൽ സന്തോഷം എന്ന അൺഡിസ്ക്രൈബിൾ, വിവരിച്ചു തീർക്കാൻ പറ്റാത്ത സന്തോഷം എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ഭാഗ്യങ്ങളും സാഹചര്യങ്ങളനുസരിച്ച് മാറുന്നവയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അവനൊരു ബുദ്ധിമുട്ട് വന്നാൽ, പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സന്തോഷത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഇനി ഇതിലും സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച 1 തീമോഥെയോസ് 1-ാം അധ്യായം 11-ാം വാക്യം ഒരു സഹോദരൻ ഉറച്ചു വായിക്കാവോ? 1 തീമോഥെയോസ് 1-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് അറിയുന്ന വാക്യമാണ്. 1 തീമോഥെയോസ് 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. First Timothy chapter 1 verse 11. Yeah.
ഓക്കെ, ഇംഗ്ലീഷിൽ ആരെങ്കിലും ഒന്ന് വായിക്കാവോ? സർ ഇംഗ്ലീഷ് മതി. അക്കോർഡിംഗ് ടു ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ദി ബ്ലെസ്സഡ് ഗോഡ്. അവിടെ ഏത് വാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അറിയോ? ഈ മക്കാറിയോസ് എന്ന് പറയുന്ന ആ വാക്യം ഓർത്തിട്ട് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്തോഷമാണ് അതിന് കാണിക്കുന്നത്. ദൈവത്തിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സ്വഭാവമാണ് ഈ മക്കാറിയോസ് അല്ലെങ്കിൽ ബ്ലസ്ഡ് എന്ന് പറയുന്നത്. വേറെയും വാക്യങ്ങളുണ്ട്. 1 തീമോഥെയോസ് 6-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ ആരാധനയ്ക്കൊക്കെ വായിക്കാൻ സാധ്യത. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും, വിച്ച് ഇംഗ്ലീഷ് നമ്മളിങ്ങനെ ഹു ഇസ് ദ ബ്ലസ്ഡ് ആൻഡ് ഓൺലി പൊട്ടനൈറ്റ്. ബ്ലസ്ഡ് എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ ബിയാറ്റിറ്റ്യൂഡ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലസ്ഡ് എന്നുള്ള വേർഡ് ദൈവത്തിന്റെ നാമത്തോട് ചേർത്ത് വയ്ക്കുന്ന നാമമാ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, ഗതിഭേദത്താൽ ആസ്വാദനമില്ലാത്തവന് ആ സന്തോഷത്തെ കുറിച്ചാണ് എവിടെ പറയുന്നത്? മത്തായി സുവിശേഷം 5-ല് പറയുന്നത്. എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ദൈവം അവിടെ പറഞ്ഞത്. ബ്ലസ്ഡ് എന്നുള്ള വാക്ക് ദൈവത്തിന്റെ പേരോട് ചേർത്ത് ഉപയോഗിക്കുന്നതാ. ഇനി നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ബ്ലസ്ഡ്, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണോ? നമ്മൾ ബ്ലസ്ഡ് ആണോ? ആണോ? യെസ് അല്ലേ? പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ പാട്ടുണ്ടല്ലോ, ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികളെ. 144-ാം സങ്കീർത്തനം 15-ാം വാക്യം ഒന്ന് വായിക്കാവോ? 144-ാം സങ്കീർത്തനം അതിന്റെ 15-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ആ വാക്യം വായിച്ചിട്ട് സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ടോ? യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. 2 പത്രോസ് 1-4 നാം ഇവിടെ കാണുന്നു. ഇത് എന്തുകൊണ്ടാ നമുക്ക് ഈ അനുഗ്രഹം കിട്ടാത്തത്? എന്റെ ജീവിതം നമുക്ക് ഈ അനുഗ്രഹം എന്താ? നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നുള്ള ആ ഒരു എന്താ പറയാ ആവേശവും ശക്തി നമ്മളുണ്ടോ? അയ്യോ, നമുക്കൊന്നും പറ്റത്തില്ല, നമ്മള് വെറും വിശ്വാസികളല്ലേ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ വെറും പലപ്പോഴും ഈ പാവം എന്നുള്ള വാക്കുണ്ടല്ലോ, അത് തന്നെ വളരെ തെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പാവം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റാതെ മടി പിടിച്ച് അല്ലെങ്കിൽ ഒന്നിനും കഴിവില്ലാതെ നമ്മൾ ഇരിക്കുന്ന, അതല്ല പാവം എന്ന് പറയുന്നത്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന സന്തോഷം നമ്മൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ നിങ്ങൾക്ക് ഒരുപക്ഷെ ആവർത്തന വിരസത വരും. നമുക്ക് ഈ പല വാക്കുകളും ഉണ്ടല്ലോ, ഈ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരായി. ആത്മീയ സന്തോഷം എന്ന വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ അതായത് മറ്റുള്ളവര് ലോകക്കാര് നമ്മളെ കാണുമ്പോ ആ ആത്മീയ സന്തോഷം നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ ഫേസിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ആരാധനയ്ക്ക് വരുമ്പോ ആ സന്തോഷത്തോടെ, ബൈബിൾ ക്ലാസ്സിന് വരുമ്പോ ദൈവവചനം പഠിക്കാനായിട്ട് പോകുന്നു എന്നുള്ള സന്തോഷത്തോടെ, ആത്മീയ സന്തോഷമുള്ളവരായിട്ട് നമുക്ക് വരാൻ പറ്റുന്നുണ്ടോ? വാട്ട് എവർ മേ ബി, നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ പ്രശ്നം ഈ പ്രശ്നം എന്തൊക്കെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ? ആ പ്രസാദം ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മളെ കാണുമ്പോ ആ സഹോദരി, ആ സഹോദരനെ കാണുമ്പോ ദൈവകൃപ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് കേട്ടല്ലോ. നമ്മളെ കാണുന്നവർക്ക് കാണാൻ പറ്റുമോ? സീരിയസായിട്ട് ക്വസ്റ്റ്യനാ ചോദിച്ചത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ദൈവത്തിന് ദുഃഖിച്ചിരിക്കുന്നവരെ കാണുന്നത് ഇഷ്ടമൊന്നും അല്ല. നമ്മുടെ മക്കള് ദുഃഖിച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടോ? സാമൂലൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. സാമൂലെ
അല്ലെങ്കിൽ അവിടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ നോക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു കാര്യത്തിന്, ചിലപ്പോൾ അവർക്ക് അത്ര അത്യാവശ്യം പോലെ ഉണ്ടാവത്തില്ലായിരിക്കാം, അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നും? സന്തോഷം തോന്നുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇപ്പൊ കാസർഗോഡ് പോകുമ്പോ ആ പിള്ളേർ എന്തെങ്കിലും ഒരു കാര്യം പക്ഷെ ആവശ്യമാണെന്ന് പോലും, പക്ഷെ ചിലപ്പോ അവരുടെ ദുഃഖം കാണുമ്പോൾ നമ്മള് ഗവനിക്കാതെ ആ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഇല്ലെങ്കിൽ ദൈവം സന്തോഷവാനാകും. പ്രിയമുള്ളവർ, ഇത് വളരെ പ്രശ്നമുള്ള വിഷയമാണ്. ദൈവം ഒരിക്കലും നമ്മുടെ സന്നിധി, നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ പേരൊക്കെ പ്രാർത്ഥിക്കാൻ കൂടി വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോ ഈ സന്തോഷം ഇല്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു ഉദ്ദേശവും ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ സന്തോഷം മറ്റുള്ളവർ കാണണം, അല്ലേ? സന്തോഷിക്കോ സെന്റ്? എന്തൊക്കെ പ്രയാസം വന്നാലും ഓക്കെ, നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റണം. ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? ഏദൻ തോട്ടത്തിൽ ദൈവം അവരെ, ആദാമിനെ ഹവ്വയെ ആക്കിയിട്ട് അവരോട് പറഞ്ഞെന്താ? നിങ്ങളിവിടെ വാഴണം, യു ഷുഡ് റെയിൻ, നിങ്ങൾ വാഴണം. നമ്മളെന്താ ചെയ്യുന്നേ? വാഴുന്നുണ്ടോ? ഇപ്പൊ മത്തായി സുവിശേഷം 5-ാമത്തെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആ രാജ്യത്തില്, അതായത് നമ്മുടെ ഹൃദയത്തിലാണ് അത് വരുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അല്ലെങ്കിൽ ആ ഹൃദയത്തില് വാഴുവാനായിട്ട് കർത്താവിന് പറ്റുന്നുണ്ടോ? ആ സന്തോഷം നമുക്ക് വാഴുവാനായിട്ട് പറ്റുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിലൊക്കെയും 1 യോഹന്നാൻ 3-ാം അധ്യായം 9-ാം വാക്യം നിങ്ങളൊന്ന് വായിക്കുക. അവിടെ ഒരു സീഡിനെ കുറിച്ച് പറയും. സീഡ്, 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. 1 പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. അല്ലെ, നമ്മുടെ ഉള്ളിൽ ഈ സീഡ് രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ ഈ സീഡ് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചത്, ദിസ് ഈസ് ദ സീഡ്, ക്രൈസ്റ്റ് ഈസ് ദ സീഡ്, ഗ്രേസ് ഈസ് ദ റൂട്ട്, ഗ്ലോറി ഈസ് ദ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ, ആ സീഡ് മുളച്ചു വരുമ്പോൾ അതിന്റെ റൂട്ട് എന്ന് പറയുന്ന കൃപയിലാ ഉറച്ചു നിൽക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ്, ദൈവത്തിന്റെ വചനമാകുന്ന ആ സീഡ്, ദൈവവചനമാകുന്ന സീഡ്, ക്രിസ്തുവാകുന്ന സീഡ് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുമ്പോ അത് വളരുന്നത്, അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഗ്രേസാ. അതിനെ സിംബലൈസ് ചെയ്ത് പറയുക, ഗ്രേസാ. അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താ? ഗ്ലോറി ഓഫ് ദൈവത്തിന്റെ മഹത്വം. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്ന പർപ്പസ്. പലപ്പോഴും ഈ സീഡ് അവിടെ കിടന്നിട്ട് അതിന് വളരുവാനോ ഫലമുണ്ടാകുവാനോ കഴിയാതെ പോകുന്നു. ആ റൂട്ട് താഴോട്ട് പോകുവാൻ കഴിയാതെ നിൽക്കുന്നു. ആ കൃപയ്ക്ക് ബലപ്പെടുത്തി അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല. റൂട്ട് വളർന്നു താഴോട്ട് പോകുന്നില്ല. ആ കൃപയുടെ മഹത്വം, അല്ലെങ്കിൽ കൃപയുടെ കൃപയിൽ വളരുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവർ, അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ഉള്ളിൽ എന്ത് പറ്റുള്ളൂ? ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതാണോ മനസ്സിലായതുകൊണ്ടാണോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലെ സന്തോഷം ജ്വലിക്കുവാനായിട്ട് കഴിയാത്തതിന് കാരണം ഈ ഒരു കൃപ അവിടെ വളരുന്നില്ല. ആ ഫ്രൂട്ട്, ദൈവത്തിന്റെ മഹത്വം എന്ന ഫ്രൂട്ട് അവിടെ വെളിവാകുന്നില്ല. മത്തായി സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? നമ്മളെല്ലാം ദൈവവചനം പഠിക്കുന്നതല്ലേ. ആരായിട്ടാണ്? രാജാവല്ലേ, രാജാവായി. ആദം അവൻ പാപം ചെയ്തപ്പോ ആ വാഴുവാനായിട്ട് ഏൽപ്പിച്ച ഡ്യൂട്ടി അവിടെ നഷ്ടപ്പെട്ടുവെങ്കിൽ, തിരിച്ച് മത്തായി സുവിശേഷത്തിൽ നാം കാണുന്ന രാജാവായിട്ട് നമ്മെ വാഴുവാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുക അല്ലെ. ഞാൻ കുറച്ചുകൂടെ വേഗം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആരാ വാഴുന്നത്? ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. സഭാപ്രസംഗി പുസ്തകം 10-ാം അധ്യായം, ശലോമോൻ ഒരു കാഴ്ച അവിടെ കാണുന്നു.
സഭാപ്രസംഗി 10-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാം. സഭാപ്രസംഗി 5-ാം അധ്യായം അതിന്റെ 5 മുതൽ 10-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം. അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴെ ഒരു തിന്മ കണ്ടു. മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിൽ എത്തുകയും ധനവാന്മാർ താണനിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ കാഴ്ചക്ക്? ചിലവും കാണുന്ന ഒരു കാഴ്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിരോധാഭാസം അല്ലേ? അന്നത്തെ ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് അടിമയൊന്നും ഇല്ല. പക്ഷേ ഞാൻ പറയട്ടെ, ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്ന് ചിന്തിച്ചു. ഒരു രാജാവ് നോക്കുമ്പോ അധിപതികൾ അല്ലെങ്കിൽ മാസ്റ്റർ ആയിട്ട് ആ കുതിരപ്പുറത്ത് റൈഡ് ചെയ്യേണ്ടവർ എവിടെയാ നിൽക്കുന്നത്? താഴെ നടക്കുക. ഈ അടിമകൾ എവിടെയാ ഇരിക്കുന്നത്? മേളിലിരിക്കുക, കുതിരയുടെ മേളിലിരിക്കുക. എന്താ ഇത് കാണിക്കുന്നത്? പലപ്പോഴും ലോകത്തിലെ പല കാര്യങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സെർവൻസ് ആയിട്ടാ. പക്ഷെ അത് മാറി അത് മാസ്റ്റേഴ്സ് ആയി മാറുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞ പണത്തിന്റെ പ്രശ്നം, ധനത്തിന്റെ പ്രശ്നം, ലോകത്തിലെ സൗഭാഗ്യത്തിന്റെ പ്രശ്നം, പൊസിഷന്റെ പ്രശ്നം. അവിടെ എല്ലാം എന്തിനെ കാണിക്കുന്നത്? ഇതൊക്കെ മാസ്റ്ററായി മാറുകയാ. നമ്മുടെ ജഡത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്ര വേണ്ടത്. പലപ്പോഴും അത് യജമാനായിട്ട് റൂൾ ചെയ്യുകയാണ്. റൂൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആത്മാവ് എവിടെയാ? മാസ്റ്റർ വാഴുവാനായിട്ട് ദൈവം തന്ന സാധനം എവിടെയാ? അത് താഴെയല്ലേ, അടിമയാണ്. അതാണ് പ്രശ്നം. ദൈവഹിതത്തിനെതിരായി പൊങ്ങുന്ന ഏത് വിചാരത്തെയും അവന് വേണ്ടിയിട്ട് പിടിച്ചടക്കുവാനായിട്ട്, അല്ലെ? നല്ല വാക്യങ്ങളല്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതത്തിൽ യജമാനൻ ആരാ? നമ്മുടെ ജീവിതത്തെ വാഴുന്നതാരാ? കൺട്രോൾ ചെയ്യുന്നതാരാ? നമ്മുടെ ഈഗോസും അസൂയയുമാണോ നമ്മെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്? നമ്മുടെ കുതിരപ്പുറത്ത് കയറി റൈഡ് ചെയ്യുന്നത്, നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത്, ഫ്രണ്ടിൽ നിന്നേ പോകുന്നത് ആരാ? പലപ്പോഴും ഈ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ആ ദേഹത്തിലെ കാര്യങ്ങളാണ് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത്. ആത്മാവിന് യാതൊരു നിയന്ത്രണവുമില്ല. അതിന് നിയന്ത്രിക്കുവാനായിട്ട് പറ്റത്തില്ല. അത് അടിമയായിട്ട് കിടക്കുക, അല്ലേ? ഒരിക്കൽ അടിമയായതാ. പാപത്തിന് അടിമയായവരാണ് നാം, അല്ലെ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അടിമകളായിരുന്നു. പക്ഷെ പിന്നെയും നിങ്ങൾ അടിമ മുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ആർ വി വാക്കിംഗ് ഓർ റൈഡിങ്? നമ്മൾ കുതിരയെ പുറത്താണോ അതോ താഴെ നടക്കുകയാണോ? മത്തായി സുവിശേഷം 5-ാം അധ്യായം വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആ കർത്താവ് പറയുന്നത്. ഇനി ഞാൻ അതിന്റെ ഏറ്റവും അപ്പുറത്തേക്കുള്ള കാര്യം പറയാനായിട്ട് പോകും. ക്രൂസിൽ എന്താ സംഭവിച്ചത്? എല്ലാരും പറയും, അയ്യോ പാപം, ഒരു മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്നു, അല്ലേ? മരിച്ചു. കർത്താവായ യേശുക്രിസ്തു എന്താ ആക്ച്വലി ചെയ്തത്? ഈ ലോകത്തിലുള്ളവർ കാണുമ്പോ അത് മുഴുവൻ പരാജയങ്ങളാ. നല്ല പ്രസംഗം പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ആയിരുന്നു, അത് നല്ല സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, അല്ലേ? എന്നിട്ട് അവന് ഒരു തെറ്റും ചെയ്യാതെ അവനെ തൂക്കിയിട്ടിരിക്കുക, അവനെ കൊന്നു കളഞ്ഞു, അല്ലേ? ഞാനിങ്ങനെ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ യാഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ യാഡ് സ്റ്റിക്കേ അല്ല. ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു വിജയശ്രീലാളിതനായി കൊടിമാറിക്കുക ചെയ്തത്. വിജയഘോഷമാണ് കർത്താവ് യേശുക്രിസ്തു മുഴക്കിയത്. അവൻ തോറ്റവനല്ല. പലപ്പോഴും ബാക്കിയുള്ളവർക്ക്, അവിശ്വാസികൾക്ക് അതൊരു തോൽവിയാ. അവൻ ക്ഷമിക്കൂ, ദീർഘമായി ക്ഷമിച്ചു. അവൻ താഴ്മയുള്ളവനായിരുന്നു, തെറ്റുകൂടാതെ അവനെ ക്രൂശിച്ചു. അതൊന്നും അവന്റെ തോൽവിയല്ല, അവന്റെ വിജയമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മളെ മാസ്റ്റർ ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മെ ഗൈഡ് ചെയ്യുന്നത് ദൈവാത്മാവിനാലാണ്.
ദൈവത്തിന്റെ ആത്മാവിന്റെ കൺട്രോൾ നമ്മൾ കൊടുക്കാറുണ്ടോ? ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു. ബി ആറ്റിറ്റ്യൂഡ്സ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഷോർട്ടായി പറയട്ടെ. ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ ഹാർട്ട്. ഹൃദയത്തിന്റെ മനോഭാവങ്ങളെ വെച്ചിട്ടാണ് ദൈവം അവിടെ തൂക്കി നോക്കുന്നത്. ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. നമ്മുടെ വേർഡ്ലി ഉള്ള അല്ലെങ്കിൽ ഭൗതികമായ യാതൊരു കാര്യത്തെയും കുറിച്ചല്ല അവിടെ പറയുന്നത്. ഹൃദയത്തിന്റെ അവസ്ഥ ഏതാണ്, നമ്മുടെ മനോഭാവം ഏത് രീതിയിലാ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അല്ലെ? ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായം എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ നെസസിറ്റി ഓഫ് സാൽവേഷൻ. രക്ഷയില്ലാതെ, രക്ഷിക്കപ്പെടാതെ ഒരു മനുഷ്യനും ഭാഗ്യവാനായിട്ട് കണ്ടിന്യൂ ചെയ്യുവാൻ, നിത്യതയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അത് കാണിക്കുന്നതാണ് ആ മത്തായി സുവിശേഷം 5-ാം അധ്യായം. ക്രിസ്തുയേശുവിലുള്ള ഭാവം, അവന്റെ സ്വഭാവത്തിന്റെ വിശദീകരണം അവനിരുന്ന് പറയുന്നതാണ് ഗിരിപ്രഭാഷണം. അവൻ തന്റെ ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെർമണായിട്ട് അവിടെ പ്രഭാഷണമായിട്ട് കർത്താവായ യേശുക്രിസ്തു വരച്ചു കാണിക്കുന്നതാണ് ഈ മത്തായി സുവിശേഷം 5 മുതലുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായം മുതൽ. അവന്റെ ഭാവമാണ് അവൻ കാണിക്കുന്നത്. യേശുക്രിസ്തുവിന് തലമുടി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ താടി ഉണ്ടായിരുന്നോ, അവൻ പൊക്കമുള്ളവനായിരുന്നോ, ഇതൊന്നും അല്ല അവിടെ പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ വിശദീകരിക്കുന്ന ഭാഗമാ. അല്ലെ? മോശ ദൈവത്തെ കാണണമെന്ന് പറഞ്ഞ സന്ദർഭം നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. ദൈവം അവന്റെ ഇടയിലൂടെ സഞ്ചരിച്ചു. അവൻ എത്ര ദീർഘക്ഷമയുള്ളവൻ, ദയാലു എന്ന് പറഞ്ഞ് കർത്താവിന്റെ സ്വഭാവം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം ഇങ്ങനെ. പുതിയ നിയമത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏറ്റവും നന്നായിട്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം ഏറ്റവും വ്യക്തമായിട്ട് അവന്റെ ഭാവം വരച്ചു വെച്ചിരിക്കുന്ന ഭാഗമാ ഈ മത്തായി സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണം. കർത്താവ് എന്ത് സിൻസിയറായിട്ട്, ആത്മാർത്ഥമായിട്ട് നിങ്ങളും ഇതുപോലെ ആകണമെന്ന് പറഞ്ഞ് അവിടെ കൊടുക്കുക. അല്ലെ? ഇനി മൂന്നാമത് അവിടെ ഇറ്റ് ഡിസ്ക്രൈബ്സ് ഓൺലി വേ ടു ഹാപ്പിനെസ് ഫോർ ക്രിസ്ത്യൻസ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനി ആയി എന്നുള്ളത് കൊണ്ട് നല്ല കാര്യം തന്നെയാ. പക്ഷെ ആ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഇതേ ഒരു വഴി. നിങ്ങൾ വേറെ ഏതൊക്കെ ലോകത്തിലുള്ള ഏത് ജനത്തിന്റെ വഴിയോ നിങ്ങൾ തിരഞ്ഞെടുത്ത് നോക്കിക്കോ, അവര് ദുഃഖിക്കുന്നേക്കാൾ കൂടുതൽ നമ്മൾ ദുഃഖിക്കും. കാരണം ആത്മാവ് ഉള്ളിലുണ്ട്. ആ സ്ട്രഗിൾ ഇവിടെ ഉണ്ടാവും. അല്ലേ? അത് ചെയ്യുന്ന തെറ്റാണെന്നുള്ള കുറ്റബോധം പിന്നെയും പിന്നെയും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. കുത്തുണ്ടാവും. അത് നല്ലതാവുന്നു, നമുക്ക് പിന്നെയും വിഷമമായി തോന്നത്തുള്ളൂ. പിന്നെയും നാശത്തിലോട്ട് മാത്രമേ പോവുള്ളൂ. ഒരു അവിശ്വാസി പാപം ചെയ്യുന്നതിനേക്കാൾ ദോഷം ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോഴാ. അതിന്റെ അനന്തരഫലം ആ വിശ്വാസി പാപം ചെയ്യുമ്പോൾ കൂടുതൽ അഫക്റ്റ് ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കണം. നാലാമതായിട്ട്, ഇഫ് വി ഫോളോ വി ക്യാൻ ലെറ്റ് എ ലിവിങ് ഗോസ്പൽ ബിഫോർ ദ വേൾഡ്. നമ്മൾ ഇത് ഫോളോ ചെയ്താല് ദൈവത്തെ പോർട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തെ സുവിശേഷം നമ്മുടെ ജീവിതങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് കാണിക്കുവാനായിട്ട് ഈ മത്തായി സുവിശേഷം 5-ലെ സ്വഭാവ ഗുണങ്ങൾ, അത് എന്താണെന്നുള്ള സ്വഭാവ ഗുണത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഞാൻ പറയട്ടെ, ഇതിനാണ് ദൈവം പ്രസാദിക്കുന്നത്. ശലോമോന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. അവന് പക്ഷെ ഒന്നും അവസാനം എന്തെങ്കിലും ഉപയോഗം ഉണ്ടായോ ശലോമോന്? അത് എല്ലാം ഉണ്ടായിരുന്നല്ലേ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനം പഠിക്കാനായിട്ട് ഇത്രയും സിൻസിയറായിട്ട് നമ്മളെല്ലാവരും വന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, കർത്താവ് പറയുന്നത് ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് അനുസരിക്കുവാനായിട്ടുള്ള താല്പര്യം നമ്മൾ പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റുമല്ലേ? പക്ഷെ ഒരുപാട് ആ കഴിവുള്ളവർക്ക് എത്ര പ്രസംഗം ചെയ്യാം, അല്ലെ? പക്ഷെ നമുക്ക് ജീവിക്കാനായിട്ട് നമ്മുടെ ഞാൻ പറയട്ടെ, ബൈബിൾ ക്ലാസ്സുകൾ ഒരിക്കലും തിയറി ബൈബിൾ ക്ലാസ്സുകൾ അല്ല വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുമ്പോൾ വരുന്നത്. ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. നമ്മൾ കഴിഞ്ഞ 7 ക്ലാസ്സുകളായിട്ട് സഭയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ വളരെ പ്രാക്ടിക്കലായി വിഷയങ്ങൾ.
ഈ ആത്മാവ്, നമ്മുടെ മനോഭാവം, പലപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് കാരണമാണ് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് കാരണം നമ്മൾ ആരെ അതൊരു കുറ്റം പറയണം. ഞാൻ പറയട്ടെ, കർത്താവിന്റെ ഭാവം എന്നിൽ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയും പാട്ടും ഒക്കെ നല്ലതാണ്. അതേപോലെ ഈ ആറ്റിറ്റ്യൂഡ്സ് അല്ലെ, ആ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകുന്നുണ്ടോ? ആ സന്തോഷം, എത്ര നാളായി ദൈവസന്നിധിയിൽ കർത്താവേ നീ എത്ര ഉന്നതനെന്ന് ആത്മാർത്ഥമായിട്ട് ആ സന്തോഷം ഇങ്ങനെ കൊണ്ടു നടക്കാൻ നമുക്ക് എത്ര പേർക്ക് ആ ഇന്റൻസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇത് എത്ര തവണ കേട്ടതാ അല്ലേ? എത്ര തവണ നമ്മള് വായിച്ചിട്ടുള്ളതാ? ഇതൊന്നും നമ്മളെ ലേശം അഫക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? പ്രിയമുള്ളവരെ, ദൈവവചനം മത്തായി സുവിശേഷം ഞാനിത് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം എന്താണെന്നറിയോ? ഇറ്റ്സ് വെരി പേഴ്സണൽ. വ്യക്തിപരമായിട്ടാണ് ദൈവം അവിടെ സംസാരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ ചെയ്താൽ സന്തോഷമാകും, നിങ്ങളുടെ സഭയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ചെയ്താൽ സന്തോഷമാകും നല്ല ദൈവം. ഗോഡ് ഈസ് ഓൾവേസ് ഡീലിംഗ് പേഴ്സണലി. ദൈവം ന്യായം വിധിക്കുന്നത് എങ്ങനെയാ? അത് പേഴ്സണൽ ആയിട്ടാ. കുടുംബത്തിൽ എല്ലാവരും വന്നാട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും നിർത്തിയിട്ട് വിധിക്കോ? ഇല്ല, പേഴ്സണലാ. നിനക്ക് അടുത്ത പ്രവൃത്തികളെ ഉണ്ടാകത്തുള്ളൂ, നിനക്ക് യോഗ്യമായിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലമാ ദൈവം തരുന്നേ. പ്രിയമുള്ളവരെ, കർത്താവ് എപ്പോഴും വ്യക്തിപരമായിട്ട് നമ്മളോട് ഇടപെടാൻ ശ്രമിക്കുന്ന ദൈവമാണ്. Can we have a personal relationship with God in these days? ഞാൻ അത് അണ്ടർലൈൻ ചെയ്ത് പറയുക, in these days. കർത്താവിന്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുന്ന രീതിയിൽ, നമ്മെ മാസ്റ്ററാകേണ്ടുന്ന ആ ആത്മാവിന്റെ മാസ്റ്ററാകുവാൻ അടിമയാക്കേണ്ടുന്ന കാര്യങ്ങളെ, ശരീരത്തെയും നമ്മുടെ ഈഗോസിനെയും അസൂയയും അടിമയാക്കി കീപ്പ് ചെയ്യുവാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? വളരെ സീരിയസാ. ഇതിന്റെ പ്രശ്നം എന്താ വരുന്നേ? കർത്താവ് ദുഃഖിക്കും. നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. പ്രിയമുള്ളവരെ, ഞാനിത് വായിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് തന്ന ലളിതമായ ചിന്തകളാണ്, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ഭാഗം വായിച്ചപ്പോൾ. നമ്മൾ എന്ത് സാഹചര്യം ആയിക്കോട്ടെ, എന്തൊക്കെ ആരോപണങ്ങളോ എന്തൊക്കെ കാര്യങ്ങളോ നമുക്കെതിരെ വന്നോട്ടെ, എന്തൊക്കെ നിന്ദകൾ സഹിക്കേണ്ടി വന്നാലും, ഒരുപക്ഷെ പക്വതയില്ലാത്തവൻ, അല്ലെങ്കിൽ ഇന്ന കഴിവില്ലാത്തവൻ, ഇന്ന കാര്യം ചെയ്യാത്തവൻ, നമ്മളോരെ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊന്നിനും കുറവില്ല. We are blessed. We are blessed. ദൈവം ഒരിക്കലും നമ്മെ കൈവിടാത്ത ദൈവം. പ്രിയമുള്ളവരെ, നമ്മൾ ഭാഗ്യശാലികളാണ്. എന്തൊക്കെ പ്രയാസം വന്നോട്ടെ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ, ഒന്നിലും നിരാശപ്പെടണ്ട, ഒന്നിലും തളർന്നു പോകണ്ട, ഒന്നിലും മടുത്തു പോകണ്ട. അവന്റെ സേവനയിൽ അല്ലെങ്കിൽ ആ സേവനത്തിൽ നമ്മൾ തുടരാം. നമുക്ക് നല്ലൊരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്, മുന്നിലുണ്ട്. ഈ ഭാഗം 5-ാം അധ്യായം പഠിച്ചു തുടങ്ങുവാനായിട്ട് ഇടയായി എങ്കിലും ഇതിന്റെ വരുന്ന ക്ലാസ്സുകളെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ബാക്കി ക്ലാസ്സുകൾ എടുക്കണമെന്ന് വിചാരിക്കും. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഭാഗ്യമുള്ളവരാ. സന്തോഷിക്കാം, ചിരിക്കാം, സമാധാനിപ്പിക്കാം, ആശ്വസിപ്പിക്കാം, അന്യോന്യം പണിയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം